വിശാലിനിയുടെ പുതിയ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ രാജീവും ശാരികയും ഇരുന്ന ശേഷം വിഷ്ണു ദാസനോട് ചോദിക്കുകയാണ്, എടാ നീ ഒരു ഫോട്ടോഗ്രാഫറെ അറേഞ്ച് ചെയ്തിരുന്നില്ലേ, ആളെത്തിയില്ലേ? അന്നേരം ഞാൻ ചെയ്തിരുന്നതാണല്ലോ, എവിടെയെന്ന് ചോദിക്കുമ്പോൾ മുമ്പിലേക്ക് ക്യാമറയുമായി വന്ന് ക്ലീറ്റസ് പറയുകയാണ്, ദേ ഞാനെത്തി, എൻ്റെ ടൈമിംഗ് അല്ലേലും കറക്റ്റാണ്. തുടർന്ന് രാജീവിൻ്റെയും ശാരികയുടെയും ഒക്കെ ഫോട്ടോകൾ തുരുതുര എടുക്കുകയാണ് ക്ലീറ്റസ്. അന്നേരം വിഷ്ണു ക്ലീറ്റസിനെ ഒന്ന് നോക്കിയിട്ട് അന്ന് വീട്ടിൽ വന്ന ക്ലീറ്റസ് സത്യഭാമയ്ക്ക് തൻ്റെയും ശാലിനിയുടെയും ഫോട്ടോ കൊടുത്ത് ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ ഓർക്കുകയാണ്. എന്നിട്ട് ദാസനോട് പറയുകയാണ്, എടാ ഇത് ക്ലീറ്റസ് അല്ലേ, ഇയാൾ നമുക്ക് ശരിയാവില്ല, എൻ്റെ ആശാനെ നമുക്ക് ഫോട്ടോസ് പോരെ, ഇയാൾക്കിത് ടൈം പാസ്സാണ് എന്ന് ദാസൻ പറയുന്നു. അന്നേരം ഓടി നടന്ന് എല്ലാവരെയും ഇടിച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന ക്ലീറ്റസിനോട് വിഷ്ണു ദേഷ്യപ്പെടുകയാണ്, എടോ അതിനിവിടെ അത്രമാത്രം തിരക്കൊന്നുമില്ലല്ലോ, ഇയാൾക്ക് ഫ്രണ്ടിൽ പോയി നിന്ന് എടുത്താൽ പോരെ? അന്നേരം ക്ലീറ്റസ് പറയുകയാണ്, ഞങ്ങൾ ഫോട്ടോഗ്രാഫർമാരുടെ സ്റ്റൈൽ ഇതാണ്, തിരക്കില്ലാത്തടത്തും ഞങ്ങൾ തിരക്കുണ്ടാക്കും, എങ്കിലല്ലേ തിരക്കുള്ള ഒരു ഫോട്ടോഗ്രാഫർ ആകാൻ പറ്റൂ. അന്നേരം തന്നെ ഞാൻ എന്നും പറഞ്ഞ് ക്ലീറ്റസിനെ അടിക്കാനൊക്കെ ചുമ്മാ കൈയോങ്ങുകയാണ് വിഷ്ണു. തുടർന്ന് തിരുമേനി താലി രാജീവിന് കൊടുത്തിട്ട് ഇനി താലി കെട്ടിക്കോളൂ എന്ന് പറയുകയാണ്. രാജീവ് താലി വാങ്ങിയ ശേഷം വിഷ്ണുവിനെ ഒന്ന് നോക്കുകയാണ്. വിഷ്ണു പെട്ടെന്ന് ആകട്ടെ എന്ന് ആംഗ്യം കാണിക്കുന്നുണ്ട്. അന്നേരം ശാരികയെ കല്യാണം കഴിക്കുകയാണ് രാജീവ്. തുടർന്ന് മാലയും പരസ്പരം ചാർത്തുന്നു. ഇതെല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുകയാണ് വിഷ്ണു. തുടർന്ന് ശാന്ത പറയുകയാണ്, ഞാൻ ശാരദാമ്മയുടെ വീട്ടിലോട്ട് ചെല്ലട്ടെ, ഞാൻ ഇതിന് കൂട്ടുനിന്നോന്ന് അവർക്ക് യാതൊരു സംശയവും തോന്നരുത്. ശാരദാമ്മ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല, അവരുടെ കരുണയിലാണ് ഞങ്ങളുടെ വയറ്റിപ്പിഴപ്പ്. അന്നേരം വിഷ്ണു ധൈര്യം കൊടുക്കുകയാണ്, അയ്യോ ശാന്തേച്ചി ധൈര്യമായിട്ട് പൊയ്ക്കോ, ഇതിൽ ശാന്തേച്ചിയുടെ റോളിൻ്റെ കാര്യമൊന്നും ഞങ്ങൾ ആരോടും പറയില്ല. അതിനുശേഷം ശാരികയോട് യാത്ര പറഞ്ഞു പോവുകയാണ് ശാന്ത. തുടർന്ന് ദാസനെ വേറൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് വിഷ്ണു ചോദിക്കുകയാണ്, എടാ ശാന്തേച്ചി പറഞ്ഞതുപോലെ ഇതിലിന് വേറെന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? നമ്മളീ കല്യാണം നടത്തിക്കൊടുത്തത് അവർക്കിനി എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ വരുമോ? ഏയ് ഇല്ല ആശാനെ, അവരുടെ സ്വപ്നമല്ലേ ആശാൻ നടത്തിക്കൊടുക്കുന്നത്. ഏട്ടത്തിയമ്മ ആശാനെ കല്യാണം കഴിച്ചത് തന്നെ ഇവരുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണെന്നല്ലേ പറയുന്നത്. ഏട്ടത്തിയമ്മ സന്തോഷം കൊണ്ട് മതിമറക്കും, ചിലപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാനും സാധ്യതയുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ മുഖത്ത് ഭയങ്കരമായൊരു സന്തോഷം വന്ന്, അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ദാസൻ പറയുകയാണ്, ഉണ്ടാകും, പക്ഷേ അതിന് മുഖത്ത് ഇത്രയും റിയാക്ഷനൊന്നും വേണ്ട. അന്നേരം ദേഷ്യപ്പെട്ട് വിഷ്ണു പറയുകയാണ്, എൻ്റെ ഭാര്യ എന്നെ ചുംബിക്കുമ്പോൾ എൻ്റെ മുഖത്ത് എന്തോരം റിയാക്ഷൻ വേണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട, കേട്ടല്ലോ. ഓ നിങ്ങളായി നിങ്ങളുടെ പാടായി നമ്മൾ അന്യരാണ് എന്ന് പറയുകയാണ് ദാസൻ. അന്നേരവും ദാസൻ പറഞ്ഞത് ആലോചിച്ച് ചിരിച്ചങ്ങനെ നിൽക്കുകയാണ് വിഷ്ണു. പിന്നീട് വിഷ്ണു വന്ന് രാജീവിനോട് പറയുകയാണ്, ഇനിയിപ്പോൾ എന്താ, നേരെ നമുക്ക് ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോകാം. അന്നേരം ദാസൻ ചോദിക്കുകയാണ്, കല്യാണം കഴിഞ്ഞ് വരൻ്റെ വീട്ടിലേക്കല്ലേ ആശാനെ പോകേണ്ടത്? എടാ രാജീവ് സാറിൻ്റെ വീട്ടിലെവിടെ ആരൊക്കെ ഉണ്ട് എന്ന് അറിയില്ലല്ലോ, അമ്മയും അമ്മാവനും തക്കലേക്ക് പോകുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. ശാരദാമ്മയുടെ വീട്ടിൽ വിവരം അറിയിച്ചിട്ട് അവരെവിടെയാണോ അങ്ങോട്ട് പോകാം. എന്നിട്ട് പതിയെ ദാസനോട് വിഷ്ണു പറയുകയാണ്, എന്നിട്ട് അവിടെ നിന്ന് കിട്ടാനുള്ളത് വാങ്ങുകയും ചെയ്യാമല്ലോ. അന്നേരം ചിരിച്ച് ദാസൻ പറയുകയാണ്, മനസ്സിലായി, എന്നാലേ ആശാൻ വിട്ടോ? അപ്പോൾ നിങ്ങൾ വരുന്നില്ലേ? ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വരാം ആശാനെ. എന്നാൽ നമുക്കെന്നാ നീങ്ങാമെന്ന് രാജീവിനോടും ശാരികയോടും പറയുകയാണ് വിഷ്ണു. അന്നേരം ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ശാരിക. തുടർന്ന് ശാരികയുടെ കൈപിടിച്ച് നടക്കുകയാണ് രാജീവ്. അവർ പോയ ശേഷം ദാസൻ ചെന്ന് ക്ലീറ്റസിൻ്റെ തോളിൽ തട്ടിയിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ എങ്ങനെയാ റേറ്റ്, ഇച്ചിരി കനപ്പെട്ടത് വേണോ അതോ എന്ന് പറയുമ്പോൾ ക്ലീറ്റസ് അന്ന് സത്യഭാമയുടെ വീട്ടിൽ ചെന്ന് സത്യഭാമയുടെ കയ്യിൽ നിന്നും അടി വാങ്ങിയ കാര്യമൊക്കെ ആലോചിച്ച് ഞെട്ടി അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം കവിളിലൊന്ന് തടവിയിട്ട് ക്ലീറ്റസ് പറയുകയാണ്, അത്രയും കനപ്പെട്ടതൊന്നും വേണ്ട, നൈസായിട്ട് വല്ലതും മതി. എല്ലാ ഫോട്ടോയും കിട്ടി. അതിനുശേഷം ഫോട്ടോസൊക്കെ ഓരോന്നായി ദാസനും കമലനും കാട്ടിക്കൊടുക്കുന്നു ക്ലീറ്റസ്. തുടർന്ന് കാണിക്കുന്നത് വിഷ്ണു കാറിൽ രാജീവിനെയും ശാരികയും കൊണ്ട് കുടുംബശ്രീ വീട്ടിലേക്ക് പോവുകയാണ്. അന്നേരം ആകെ ടെൻഷൻ അടിച്ച് എന്ത് സംഭവിക്കുമെന്നറിയാതെ ഇരിക്കുകയാണ് ശാരിക. ശാരികയുടെ ടെൻഷനൊക്കെ കണ്ട് ശാരികയ്ക്ക് ആശ്വാസമേകാനായി ശാരികയുടെ കൈ പിടിക്കുകയാണ് രാജീവ്. അതിനുശേഷം എല്ലാം ശരിയാവും എന്ന രീതിയിൽ കണ്ണടച്ച് കാണിക്കുകയാണ് രാജീവ്. ഇതൊക്കെ ഗ്ലാസ്സിലൂടെ കണ്ട് അങ്ങ് ചിരിച്ചിരിക്കുകയാണ് വിഷ്ണു. അന്നേരം ആകെ വെപ്രാളപ്പെട്ട് ശാന്തേച്ചി കുടുംബശ്രീ വീട്ടിലേക്ക് വരികയാണ്. മുറ്റത്ത് തന്നെ നിൽക്കുന്ന ശ്യാമ പറയുകയാണ്, അമ്മേ ദേ ശാന്തേച്ചി വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ശാന്തേച്ചി എന്താ മുറ്റത്ത് തന്നെ നിന്ന് കളഞ്ഞത്?
തുടർന്ന് ശാലിനിയും വന്ന് പറയുകയാണ്, ശാന്തേച്ചി എന്താ അവിടെ തന്നെ നിന്നത്, അകത്തേക്ക് കയറി വരൂ. അന്നേരം വെപ്രാളപ്പെട്ട് ശാന്ത ചോദിക്കുകയാണ്, മോൾ എപ്പോഴാ വന്നത്? കുറച്ചു നേരമായി വന്നിട്ട്. അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ്, നീ ശാരികയെ കണ്ടോ? ഞാനോ? ഞാൻ എങ്ങനെ കാണാനാണ്? ശാരി മോള് ഇവിടെ ഇല്ലേ? അന്നേരം ശാലിനി പറയുകയാണ്, ഞാൻ വന്നപ്പോൾ മുതൽ ആളിനെ ഇവിടെ കാണാനില്ല. അതിന് തൊട്ട് മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. അന്നേരം ശാന്ത ചോദിക്കുകയാണ്, ഫോണിലൊന്ന് വിളിച്ചു നോക്കാൻ പാടില്ലായിരുന്നോ? അവൾ ഫോൺ എടുക്കാതെയാണ് പോയിരിക്കുന്നതെന്ന് ശാരദാമ്മയും പറയുന്നു. അപ്പോൾ അടുത്തെവിടെയെങ്കിലും ആയിരിക്കുമെന്ന് ശാന്തയും പറയുന്നു. പിന്നീട് ശാരദാമ്മ ചോദിക്കുകയാണ്, അല്ല ശാന്തേ, ശാലിനി ഇവിടേക്ക് വരുന്ന വഴി ശാരിയെ പോലൊരു പെണ്ണ് ഓട്ടോയിൽ കയറി പോകുന്നത് കണ്ടു എന്ന് പറയുന്നു. ഒറ്റയ്ക്കാണോ എന്ന് ശാന്ത ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, ഞാൻ ഒരു വശത്തിരുന്ന ആളിനെ കണ്ടുള്ളൂ, മറുവശത്ത് ആളുണ്ടോ എന്ന് കണ്ടില്ല. ഇട്ടിരിക്കുന്ന വേഷവും നിറവും ഒക്കെ വച്ച് നോക്കുമ്പോഴേ അത് ശാരികയാണോ എന്നൊരു സംശയം. എന്നാലും അവൾ ഞങ്ങളോട് പറയാതെ ഓട്ടോയിൽ കയറി എങ്ങോട്ട് പോകാനാണ്? അതും ഫോൺ പോലും എടുക്കാതെയെന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാന്ത പറയുകയാണ്, തയ്ക്കാൻ ബ്ലൗസ് എങ്ങാനും എവിടെയെങ്കിലും കൊടുക്കാൻ പോയതായിരിക്കും. അന്നേരം ശാലിനി പറയുകയാണ്, അവരെയൊക്കെ വിളിച്ചു നോക്കി, അവിടേക്കെങ്ങും ചെന്നിട്ടില്ല. നമുക്കൊന്ന് അന്വേഷിച്ചു പോയാലോ കുഞ്ഞേച്ചിന്ന് ശ്യാമ ചോദിക്കുമ്പോൾ വെപ്രാളപ്പെട്ട് ശാന്ത പറയുകയാണ്, എന്തിന്, അവളിങ്ങ് വന്നോളും. അതേസമയം വിഷ്ണുവിൻ്റെ കാറ് കുടുംബശ്രീ വീട്ടിലേക്ക് വന്നു നിൽക്കുകയാണ്. അന്നേരം കാറിൽ നിന്നും കയ്യിൽ പൂമാലയും ഒക്കെയായിട്ട് രാജിയും ശാരികയും വന്നിറങ്ങുന്നത് കണ്ട് ആകെ അന്തം വിടുകയാണ് ശ്യാമയും ശാലിനിയും ശാരദാമ്മയും ഒക്കെ. ശാരദാമ്മ അന്നേരം ശാരികയുടെ താലി ശ്രദ്ധിച്ചങ്ങനെ നിൽക്കുകയാണ്. ഈശ്വര, ഞാൻ എന്തായി കാണുന്നത് എന്നും പറഞ്ഞ് ഓടി ശാരികയുടെ അടുത്തേക്ക് വരികയാണ് ശാരദാമ്മ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞമ്മയെന്ന് ശാരിക പറയുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ്, സാറിൻ്റെ അമ്മ വിജയലക്ഷ്മി അറിഞ്ഞോണ്ടാണോ ഇതൊക്കെ? അല്ലാന്ന് രാജീവ് പറയുമ്പോൾ അയ്യോന്ന് വെക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് ശാലിനി ചോദിക്കുകയാണ്, എങ്ങനെ, എവിടെ വെച്ച്? അന്നേരം രാജീവ് പറയുകയാണ്, അമ്പലത്തിൽ വെച്ച് ഞാൻ താലി കെട്ടി. മുഹൂർത്തവും സമയവും ഒക്കെ നോക്കി തന്നെയാണ് ചെയ്തത്. കല്യാണം നടത്തി തരാൻ കർമ്മയുണ്ടായിരുന്നു. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, ഓഹോ, അപ്പോൾ ഇത്രയും കുബുത്തി സാറിൻ്റെ തലയിൽ ജനിച്ചതാവില്ലല്ലോ, വേറെ ആരോ ഉണ്ടല്ലോ ഇതിന് പിന്നിലെന്ന് പറയുമ്പോൾ രാജീവ് തിരിഞ്ഞു നോക്കുകയാണ്. അന്നേരം ഡോർ തുറന്ന് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് വിഷ്ണു പറയുകയാണ്, ഏയ് അവരെ ഒന്നും പറയണ്ട, ഞാനാണ് രണ്ടുപേരെയും ഒന്നിപ്പിച്ചത്. അല്ല, എല്ലാം ആചാര വിധിപ്രകാരം തന്നെയാണ്. അന്നേരം ദേഷ്യപ്പെട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ശാലിനി പറയുകയാണ്, ഇയാളുടെ ഒരു ആചാരവിധി, താനാരാ ഇതൊക്കെ ചെയ്യാൻ? അന്നേരം ശാലിനിയുടെ കയ്യിൽ പിടിക്കുകയാണ് ശാരദാമ്മ. വിഷ്ണു പറയുകയാണ്, അല്ല ശാലിനി, ഞാൻ കാരണമല്ലേ ശാരികയുടെ വിവാഹം മുടങ്ങിയത്. അവിടെ മുതലല്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം. അപ്പോൾ കല്യാണത്തോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അങ്ങ് തീരുമെന്ന് ഞാൻ കരുതി. ഞെട്ടലോടെ ശാരദാമ്മ പറയുകയാണ്, പ്രശ്നങ്ങൾ തീരാനോ? ഇനിയാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. താൻ അറിയാതെ കല്യാണം നടത്തിയെന്ന് വിജയലക്ഷ്മി അറിയുമ്പോഴുണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് അറിയാമോ? മോനെങ്കിലും അത് ആലോചിക്കാമായിരുന്നില്ലേന്ന് വിഷ്ണുവിനെ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, ശാരദാമ്മ, എങ്ങനെയെങ്കിലും കല്യാണം നടക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അത് കേട്ട് ദേഷ്യപ്പെട്ട് ഇയാളെ ഇന്ന് ഞാൻ എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ശാലിനി അടുക്കുമ്പോൾ വീണ്ടും ശാലിനിയെ പിടിച്ചു മാറ്റുകയാണ് ശാരദാമ്മ. തുടർന്ന് ശാലിനി പറയുകയാണ്, എടോ, ഇങ്ങനെ കല്യാണം നടത്താനായിരുന്നെങ്കിൽ ഞങ്ങൾക്കിത് എന്നേ ആകാമായിരുന്നു. ഫേഷായിരിക്കുന്നു, പുതിയ ഐഡിയ എന്നൊക്കെ പറഞ്ഞ് ശാലിനി അങ്ങനെ കത്തിക്കയറുമ്പോൾ ഒന്നുമില്ലാന്നും പറഞ്ഞ് രാജീവിനെ നോക്കി കണ്ണടച്ച് കാണിക്കുകയാണ് വിഷ്ണു. ശാരദാമ്മ പറയുകയാണ്, അതേ മോനെ, സ്ത്രീധനം കൊടുക്കാതെ കല്യാണം നടത്താൻ കുബുദ്ധി കാട്ടി എന്നല്ലേ ഇനി പറയൂ. അതും എൻ്റെ തലയിൽ തന്നെ വരുമല്ലോ. 30 പവനല്ല 3 പവൻ പോലും കൊടുക്കാതെ ശാരദാമ്മ കല്യാണം നടത്തിയെന്ന് വിജയലക്ഷ്മി പറയും. വീണ്ടും വിഷ്ണു പറയുകയാണ്, അയ്യോ ശാരദാമ്മേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. അന്നേരം വീണ്ടും ദേഷ്യപ്പെട്ട് ശാലിനി ചോദിക്കുകയാണ്, ഇയാൾ പിന്നെ എന്തുവാ ഉദ്ദേശിച്ചത്? എൻ്റെ ശാലിനി പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി പറയുകയാണ്, ഒന്നും ആലോചിക്കാതെ ഓരോന്നങ്ങ് കാണിച്ചു കൂട്ടും, അതിൻ്റെ ഫലം അനുഭവിക്കുന്നതോ ഞങ്ങളും. അന്നേരം ശാരദാമ്മ പറയുകയാണ്, മോളെ, നടക്കാനുള്ളത് നടന്നു, ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്തിനാ? പറയാതിരുന്നിട്ടോ ഇയാൾ വീണ്ടും ഓരോന്ന് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. തുടർന്ന് ശാരദാമ്മ പറയുകയാണ്, മതി നിർത്ത്, ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്നേ ഉള്ളൂ. പ്രശ്നം വീണ്ടും പരിഹരിക്കാൻ വേണ്ടി വിഷ്ണു പറയുകയാണ്, ഇവരെ ഇങ്ങനെ മുറ്റത്ത് നിർത്താതെ. എന്നിട്ട് ശാലിനിയെ ഒന്ന് ഒളി കണ്ടിട്ട് നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അകത്തേക്ക് കയറ്റാമല്ലോ അല്ലേ? അന്നേരം ശാരദാമ്മ ശാന്തയെന്ന് വിളിക്കുമ്പോൾ അകത്തേക്ക് പോവുകയാണ് ശാന്ത. വീണ്ടും വിഷ്ണു ശാലിനിയെ നോക്കുകയാണ്. ശാലിനി അങ്ങനെ രൂക്ഷമായി നോക്കുമ്പോൾ ശാലിനിക്ക് മുഖം കൊടുക്കാതെ ദൂരേക്കൊക്കെ നോക്കുകയാണ് വിഷ്ണു. തുടർന്ന് ശാന്ത തട്ടവുമായി വരുമ്പോൾ ശാരദാമ്മ ആരതി ഒഴിഞ്ഞ് രണ്ടുപേരെയും അകത്തേക്ക് കയറ്റുകയാണ്. വിഷ്ണു അന്നേരം ശാലിനിയെ നോക്കി ചിരിക്കുന്നു. അന്നേരം ശാലിനിയുടെ ദേഷ്യം കുറച്ചൊന്ന് അടങ്ങുന്നുണ്ട്. രണ്ടുപേരും അകത്തേക്ക് കയറാനൊരുങ്ങുമ്പോൾ, അതെ, 1 മിനിറ്റ് എന്ന് പറഞ്ഞ്
അതെ, വലത് കാല് വച്ച് എന്ന് പറയുകയാണ് വിഷ്ണു. അന്നേരം ശാരദാമ്മയും ശാലിനിയും ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, അല്ല, ഇടതുകാല് വയ്ക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഈ വലതുകാല് വയ്ക്കുന്നത്. കേറിക്കോ കേറിക്കോ എന്ന് പറയുമ്പോൾ കേറി വാ മക്കളെ എന്ന് വിളിക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് അവരകത്ത് കയറിപ്പോയതിനു ശേഷം തിരിഞ്ഞു നിൽക്കുന്ന ശാലിനി വിഷ്ണുവിനെ ഒന്ന് നോക്കുകയാണ്. വിഷ്ണു ആണെങ്കിലോ ഒരു പാവത്തിനെ പോലെ തലകുനിച്ചങ്ങനെ ശാലിനിയുടെ മുമ്പിൽ നിൽക്കുന്നു. തുടർന്ന് ശാലിനി അകത്തേക്ക് കയറിപ്പോകുമ്പോൾ വിഷ്ണു ചിന്തിക്കുകയാണ്, എൻ്റെ ദൈവമേ, ശാലിനിക്ക് സന്തോഷമാകുമെന്ന് കരുതിയാണ് ഞാനിതൊക്കെ ചെയ്തത്. ഇതിപ്പോൾ പുലിവാല് പിടിച്ചല്ലോ ദൈവമേ, എല്ലാം ശരിയാകും. അകത്തേക്ക് കയറിയ ശേഷം അവരോട് വാ മക്കളെ ഇരിക്കുന്ന ശാരദാമ്മ പറയുമ്പോൾ തൊഴുത് ശാരിക പറയുകയാണ്, അമ്മേ മാപ്പാക്കണം. തുടർന്ന് കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റൽ മുറിയാണ്. അവിടെ ഓക്സിജനൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ് വിജയലക്ഷ്മിയെ. അതേസമയം കുടുംബശ്രീയിൽ രാജീവ് പറയുകയാണ്, ശാരദാമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അമ്മയോട് സംസാരിച്ച് ഞാനെല്ലാം ശരിയാക്കിക്കോളാം. അന്നേരം രാജീവിൻ്റെ ഫോൺ ബെല്ലടിക്കുമ്പോൾ അമ്മാവനാണല്ലോ എന്ന് പറയുകയാണ് രാജീവ്. അന്നേരം എല്ലാവരും ഒന്ന് പേടിച്ച് നിൽക്കുകയാണ്. എന്താ അമ്മാവാന്ന് ഫോൺ എടുത്ത് ചോദിക്കുമ്പോൾ, എടാ മോനെ രാജീവേ, നിന്റെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്കാണ്. ഹാർട്ട് അറ്റാക്കോ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ അയ്യോന്ന് വയ്ക്കുകയാണ് ശാരദാമ്മയും. പരിഭ്രമിച്ച് നിൽക്കുന്നു ശാരികയും ശാലിനിയും ഒക്കെ. കൃഷ്ണൻകുട്ടി അമ്മാവും പറയുകയാണ്, അതെ മോനെ, അവളിപ്പോൾ ICUലാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരെത്തും പിടിയുമില്ല. എൻ്റെ കൈയും കാലും ഓടുന്നില്ലടാന്നൊക്കെ സങ്കടപ്പെട്ട അമ്മാവൻ പറയുമ്പോൾ ഏത് ഹോസ്പിറ്റലിലാണെന്ന് ചോദിക്കുകയാണ് രാജീവ്. തുടർന്ന് കാര്യങ്ങളൊക്കെ കേട്ട ശേഷം ഞാൻ വേഗം വരാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് രാജീവ്. എന്താ മോനെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ആകെ സങ്കടപ്പെട്ട് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി എന്ന് രാജീവ് പറയുന്നു. ആ വാർത്ത കേട്ട് എല്ലാവരും ഒന്ന് പരിഭ്രമിക്കുകയാണ്. എനിക്കുടനെ പോയേ പറ്റൂ എന്ന് പറയുമ്പോൾ മാലയൊക്കെ താഴെ വെച്ചിട്ട് സാർ ഞാനും കൂടി വരാമെന്ന് ശാരിക പറയുന്നു. അന്നേരം രാജീവ് പറയുകയാണ്, വേണ്ട ശാരികയെ, അവിടെ ചെന്നിട്ട് സാഹചര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ വിളിക്കാം. അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ്, അല്ല മോനെ, ഇങ്ങനെയങ്ങ് പോവാന്ന് പറഞ്ഞാൽ. അന്നേരം ശാരദാമ്മയുടെ കൈ പിടിച്ച് രാജീവ് പറയുകയാണ്, സാഹചര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അവിടെ വേറെ ആരുമില്ല, എനിക്ക് പോയേ പറ്റൂ. അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ശാരികയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളാം. ശരി മോനെ, പോയിട്ട് വാന്ന് ശാരദാമ്മ പറയുമ്പോൾ വിഷ്ണു എന്ന് വിളിക്കുകയാണ് രാജീവ്. ശരി സാർ, പോയിട്ട് വാന്ന് വിഷ്ണുവും പറയുന്നു. തുടർന്ന് വണ്ടിയെടുത്ത് പോകുന്ന രാജീവിനെ നോക്കി നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയും. രാജീവ് പോയ ശേഷം തിരിഞ്ഞ് വിഷ്ണു ശാലിനിയെ നോക്കുകയാണ്. അത്രയും ആകുമ്പോഴേക്കും നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്